ഹലോ സുഹൃത്ത്, നമസ്കാരം. ഫോക്കസ് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ പരീക്ഷയ്ക്കും നമുക്ക് കൃത്യമായിട്ട് ഫോക്കസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ പല കാര്യങ്ങളും ഒരേ സമയത്ത് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെടും. അപ്പം അതില്ലാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് വേണ്ടി മാത്രം അത് മാത്രം നമ്മൾ ഉദ്ദേശിച്ച് അതിലേക്ക് വേണ്ടി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. സോ ഫോക്കസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഹിയർ. ഇന്ന് ജൂൺ 2 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. 2023 കേരളത്തിൽ ആകെ സന്ദർശിച്ച വിനോദസഞ്ചാരികളുടെ എണ്ണം എത്ര? 2.25 കോടി. കേരളത്തിൽ 2023 സന്ദർശിച്ച വിനോദസഞ്ചാരികളുടെ എണ്ണമാണ് 2.25 കോടി. ഇന്ന് ടൂറിസ്റ്റ് മേഖലയിൽ പറയുമ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള കേരളത്തിലെ സ്ഥലങ്ങളാണ് മൂന്നാർ, തേക്കടി, ആലപ്പുഴ, അതിരപ്പള്ളി, വയനാട്, അതേപോലെ തന്നെ കോവളം എന്നിവയെല്ലാം. ഇപ്പം ഏറ്റവും കൂടുതലായിട്ട് ടൂറിസ്റ്റുകൾ വരുന്നത് ഡൊമസ്റ്റിക് ആണ്. 2023 നല്ലൊരു മാറ്റമാണ് കേരളത്തിൽ പ്രത്യേകിച്ച് ടൂറിസ്റ്റ് മേഖലയിൽ വന്നിട്ടുള്ളത്. നല്ലൊരു ഉയർച്ചയാണ്, പ്രത്യേകിച്ച് ഡൊമസ്റ്റിക്, ഇന്റർനാഷണൽ. ഡൊമസ്റ്റിക് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകളെ ഡൊമസ്റ്റിക് എന്നും ഇന്റർനാഷണൽ വരുന്ന വ്യക്തികളെ നമുക്ക് ഇൻബൗണ്ട് എന്നും ആണ് പറയാറുള്ളത്. ഇൻബൗണ്ട് ടൂറിസ്റ്റുകൾ ഒപ്പം തന്നെ ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളാണ് കേരളത്തിൽ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളതും. ഇത് 2.25 കോടിയാണ്. ഡൊമസ്റ്റിക് ടൂറിസ്റ്റ് ആണെങ്കിൽ 2,18,71,641 ആണെങ്കിൽ ഇന്റർനാഷണൽ ലെവലിലാണെങ്കിൽ 6,49,057 ആണ്. 2021 75,37,617 ഡൊമസ്റ്റിക് ടൂറിസ്റ്റ് ആണ് കേരളത്തിൽ എത്തിയിട്ടുള്ളത്. അതായത് 1,88,67,414 ടൂറിസ്റ്റുകളുടെ ഒരു വർധനവാണ് 2023 ഉണ്ടായിട്ടുള്ളത്. അതായത് അത്രയ്ക്ക് 2.25 കോടിയിലേക്കാണ് ടൂറിസ്റ്റുകൾ കേരളത്തിൽ എത്തിയത്. 1 ജൂൺ 2024 ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും രാജിവെച്ച ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്ററുടെ പേര് ദിനേശ് കാർത്തിക്. ദിനേശ് കാർത്തിക് ഇന്ത്യയുടെ കീപ്പറും അതുപോലെ തന്നെ ബാറ്ററുമായിരുന്നു. ഈ കഴിഞ്ഞ ജൂൺ 1 അതായത് ഇന്നലെ പ്രഖ്യാപിച്ച അതായത് അദ്ദേഹം ഇന്റർനാഷണൽ ലെവലിലുള്ള എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിക്കുന്ന കാര്യം, അതായത് വൺ ഡേ ഇന്റർനാഷണൽ, ടെസ്റ്റ്, T20 എന്നീ എല്ലാ ഫോർമാറ്റിൽ നിന്നും അദ്ദേഹം വിരമിക്കുന്ന കാര്യം ജൂൺ 1 ശനിയാഴ്ച പ്രഖ്യാപിച്ചു. ആദ്യത്തെ അദ്ദേഹത്തിന്റെ മത്സരമായിരുന്നു 2004 ഇംഗ്ലണ്ടിനെതിരെയായിരുന്നു. അവസാനത്തേത് 2022 ബംഗ്ലാദേശിനെതിരെയായിരുന്നു T20. ഏതാണ്ട് 18 വർഷമാണ് വിക്കറ്റ് കീപ്പറായിട്ട് ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ദിനേശ് കാർത്തിക്. അതായത് വിക്കറ്റ് കീപ്പിംഗിൽ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കാലം ഇന്റർനാഷണൽ ലെവലിൽ നിന്നിട്ടുള്ള വ്യക്തിയാണ് ദിനേശ് കാർത്തിക്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ICC മെൻസ് T20 വേൾഡ് കപ്പിന്റെ തൊട്ടു മുമ്പാണ് അദ്ദേഹത്തിന്റെ രാജി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസ് US-ലാണ് ICC മെൻസ് T20 വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. പുകയില നിയന്ത്രണത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിക്കപ്പെട്ട വനിതാ ബാഡ്മിന്റൺ കളിക്കാരുടെ പേര് PV സിന്ധു. 2 പ്രാവശ്യം ഒളിമ്പിക് മെഡലിസ്റ്റ് ആയിട്ടുള്ള PV സിന്ധു ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ടൊബാക്കോ കൺട്രോളിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് പ്രഖ്യാപിച്ചു. 31 മെയ് ആയിരുന്നു നോ വേൾഡ് ടൊബാക്കോ ഡേ. ഈ ദിനത്തോടനുബന്ധിച്ചാണ് PV സിന്ധുവിനെ ടൊബാക്കോ കൺട്രോൾ അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ് ഇന്ത്യയിൽ വേൾഡ് നോ ടൊബാക്കോ ഡേ ആയിട്ട് ആചരിക്കുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ തെലങ്കാന ഗവൺമെന്റ് തെലങ്കാനയിൽ ഗുഡ്ക, പാൻ മസാല എന്നിവയെല്ലാം നിരോധിച്ചിരുന്നു. ഇത് ഈ കഴിഞ്ഞ ആഴ്ചയായിരുന്നു. ഈ പ്രാവശ്യത്തെ തീം ആണ് പ്രൊട്ടക്ടിംഗ് ചിൽഡ്രൻ ഫ്രം ടൊബാക്കോ ഇൻഡസ്ട്രി ഇന്റർഫറൻസ്. 2023 ടൊബാക്കോ കൺട്രോളിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു രാഹുൽ ദ്രാവിഡ്. എല്ലാ വർഷവും ലോക ക്ഷീരദിനം ഏത് തീയതിയിലാണ് ആഘോഷിക്കുന്നത്? 1 ജൂൺ. എല്ലാ വർഷം ജൂൺ 1 വേൾഡ് മിൽക്ക് ഡേ ആയിട്ട് ആചരിക്കുന്നത്. പാലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് എടുത്തു പറയുന്നതിന് വേണ്ടിയാണ് എല്ലാ വർഷവും ജൂൺ 1 വേൾഡ് മിൽക്ക് ഡേ ആയിട്ട് ആചരിക്കുന്നത്. യുണൈറ്റഡ് നേഷന്റെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ FAO ആണ് വേൾഡ് മിൽക്ക് ഡേ ആഘോഷിക്കുന്നത്. 2001 വേൾഡ് മിൽക്ക് ഡേ ആയിട്ട് ആചരിക്കാൻ തുടങ്ങിയിട്ടുള്ളത് FAO, അതായത് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ. ഇന്ന് ലോകത്ത് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയാണ്. 2023 ഡിസംബറിലെ കണക്കനുസരിച്ചാണ് ഇന്ത്യ ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. 2ാം സ്ഥാനത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, 3ാം സ്ഥാനത്ത് പാകിസ്ഥാൻ, 4ാം സ്ഥാനത്ത് ചൈന.
2024 ജൂൺ 1 തായ്പേയിൽ നടന്ന തായ്വാൻ അത്ലറ്റിക്സ് ഓപ്പണിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? ഡി പി മനുവാണ് ജൂൺ 1 തായ്വാൻ അത്ലറ്റിക്സ് ഓപ്പൺ ജാവലിൻ ത്രോയിൽ സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ളത്. മിക്കവാറും എല്ലാവരും ജാവലിൻ എന്ന് പറയുമ്പോൾ ഓർക്കുന്ന വ്യക്തിയാണ് നീരജ് ചോപ്ര. എന്നാൽ ഇപ്പോൾ ഡി പി മനുവാണ് ഇന്ത്യയിൽ കയറി വരുന്ന ഒരു ജാവലിൻ ത്രോവർ. 81.58 മീറ്റർ എറിഞ്ഞുകൊണ്ടാണ് തായ്വാൻ അത്ലറ്റിക്സ് ഓപ്പണിലെ ജാവലിൻ ത്രോയിൽ ഡി പി മനു സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ളത്. പാരീസ് ഒളിമ്പിക്സിൽ ക്വാളിഫൈ ആയിട്ടുള്ള ഡി പി മനു 14th പൊസിഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ള ബുദാപെസ്റ്റിലെ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ 6ാം സ്ഥാനത്തായിരുന്നു ഡി പി മനു. ഈ ഒരു മത്സരത്തിൽ 2ാം സ്ഥാനത്തെത്തിയിട്ടുള്ളത് ചൗ സെങ് ചെങ് ആണ്. 76.21 മീറ്റർ. ഡി പി മനുവിന്റെ ദൂരമാണ് 81.58 മീറ്റർ. ചൗ സെങ് ചെങ് ആണ് ഏഷ്യയിലെ ആദ്യത്തെ വ്യക്തി 90 മീറ്റർ കവിഞ്ഞ് എറിയുന്ന ജാവലിൻ ത്രോ എറിയുന്ന വ്യക്തി. 91.36 മീറ്റർ ആണ് ചൗ സെങ് ചെങ്ങിന്റെ റെക്കോർഡ്. 2024 ബോൺ ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് സിംഗിൾസ് കിരീടം നേടിയ ഇന്ത്യൻ ബാഡ്മിന്റൺ കളിക്കാരന്റെ പേര് തൻവി ശർമ്മ. 2024 ബോൺ ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ സിംഗിൾസ് കിരീടം നേടിയിട്ടുള്ള ഇന്ത്യയിലെ വളർന്നു വരുന്ന താരമാണ് തൻവി ശർമ്മ. BWF ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷന്റെ ഒരു സീരീസ് ആണ് ബോൺ ഇന്റർനാഷണൽ ടൂർണമെന്റ്. ഇത് ജർമ്മനിയിൽ നടന്നിട്ടുള്ള ഒരു മത്സരമാണ്. ചൈനയുടെ വാങ് പേ യുവിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യൻ ഷട്ട്ലർ തൻവി ശർമ്മ ഈ ഒരു കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത്. വേൾഡ് ഇപ്പോൾ 181ാമത്തെ റാങ്ക് ആണ് തൻവിക്ക്. പഞ്ചാബ് സ്വദേശിയായിട്ടുള്ള 15 വയസ്സുള്ള തൻവീർ ഈ കഴിഞ്ഞ മലേഷ്യയിലെ സീനിയർ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ള താരമാണ്. ഇന്നലെ ജൂൺ 1 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്. 2024 മെയ് 30 സംസ്ഥാന രൂപീകരണ ദിനം ആചരിച്ച സംസ്ഥാനം ഏത്? ഇതിന്റെ ഉത്തരം ഗോവ. ഏതാണ്ട് 450 വർഷത്തോളം പോർച്ചുഗലിന്റെ ഭാഗമായിരുന്ന ഗോവ 1961 ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ളത്. എല്ലാ വർഷം മെയ് 30 ഗോവ സ്റ്റേറ്റ്ഹുഡ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. 2023 കേരളത്തിൽ ആകെ സന്ദർശിച്ച വിനോദസഞ്ചാരികളുടെ എണ്ണം എത്ര? 2.25 കോടി. 1 ജൂൺ 2024 ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിൽ നിന്നും രാജിവെച്ച ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്ററുടെ പേര് ദിനേശ് കാർത്തിക്. പുകയില നിയന്ത്രണത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിക്കപ്പെട്ട വനിതാ ബാഡ്മിന്റൺ കളിക്കാരുടെ പേര് PV സിന്ധു. എല്ലാ വർഷവും ലോക ക്ഷീരദിനം ഏത് തീയതിയിലാണ് ആഘോഷിക്കുന്നത്? 1 ജൂൺ. 2024 ജൂൺ 1 തായ്പേയിൽ നടന്ന തായ്വാൻ അത്ലറ്റിക്സ് ഓപ്പണിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? ഡി പി മനു. 2024 ബോൺ ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ സിംഗിൾസ് കിരീടം നേടിയ ഇന്ത്യൻ ബാഡ്മിന്റൺ കളിക്കാരന്റെ പേര് തൻവി ശർമ്മ. ഇന്ന് ജൂൺ 2 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്. മഹർഷി വാൽമീകിന്റെ പേരിലുള്ള ഇന്ത്യയിലെ വിമാനത്താവളം ഏതാണ്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ജേഡിസ് കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.